ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹീറോ ഗോങ് ആണ് ആരോ ചെയ്ത സീക്രറ്റ് ആയിട്ട് അവൻ സ്പേസിലേക്ക് ഒരു മനുഷ്യജീവിനെ ജനിപ്പിക്കാൻ വേണ്ടി പോകുക. പക്ഷെ ഇവരൊക്കെ എലിയും കൊണ്ട് ആദ്യം സ്പേസിൽ പ്രഗ്നന്റ് ആകാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്യുന്നേ ഉള്ളു. അതിനുശേഷമാണ് മനുഷ്യനെയൊക്കെ ഇവർ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഗോങ് സ്പേംസ് കൊണ്ടുവന്ന കാര്യം അറിഞ്ഞാൽ അത് അവന് വലിയ സീനായി പോകും. അങ്ങനെ ആ ഒരു ടെൻഷനോടെ തന്നെ ഇപ്പൊ ഭൂമിയിൽ നിന്ന് ഇറങ്ങി ഇവരാണ് സ്പേസ് സ്റ്റേഷനിലേക്ക് വന്നേരും. അങ്ങനെ ആ സ്പേസ് സ്റ്റേഷനിലാണ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് കങ്സും പിന്നെ വേറെ രണ്ടുപേരും കൂടെ അവനെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ ഇവരൊക്കെ എലിയും കൊണ്ട് അവിടെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ സമയം തന്നെ ഇവരൊന്ന് റോക്കറ്റ് ആ സ്പേസ് സ്റ്റേഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൺട്രോൾ ടീം എല്ലാം കൂടെ ഇവർക്ക് കറക്റ്റ് പൊസിഷൻ പറഞ്ഞു കൊടുത്ത് സക്സസ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അവസാനം പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ആയ ഉടനെ ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അതൊരു ചെറിയ പ്രശ്നം വന്നാൽ പോലും ഇവർക്ക് അത് ഡേഞ്ചർ ആയിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ ന്യൂസിൽ കാണുന്ന ഗോങ്ങിന്റെ 3 ആന്റീസും കൂടെ ഭാഗ്യത്തിന് ദൈവം എന്റെ മകനെ രക്ഷിച്ചെന്ന് പറഞ്ഞ് അവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇവിടെ കൺട്രോൾ ടീമിലാണ് എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ നടുക്കിരുന്ന് പെർഫെക്റ്റ് കണക്ഷൻ പക്കാവായിട്ട് നടന്നു കഴിഞ്ഞു എന്നിട്ട് അയാൾ ഒറ്റയ്ക്ക് ഡയലോഗ് ഇട്ടോണ്ടിരിക്കുമ്പോൾ എല്ലാരും കൂടെ എന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ഇവർ 3 പേരും കൂടെ സ്പേസ് സ്റ്റേഷനിലേക്ക് കയറുന്ന മുമ്പേ തന്നെ പുറത്തേക്ക് പോകാനുള്ള ഡോറ് 3 പ്രാവശ്യം ഇവർ സിഗ്നൽ കൊടുക്കണം. കാരണം കണക്ഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് അകത്തിരിക്കുന്ന അവരെ ഉറപ്പുവരുത്തണം. അങ്ങനെ അതുകൊണ്ട് ഇവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം കങ്സും ബാക്കി രണ്ടുപേരും കൂടെ ഇവരുടെ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് പരസ്പരം സിഗ്നൽ കൊടുത്തതിന് ശേഷം ഇവിടെ കമാൻഡർ റീവ് ഡോർ തുറക്കാൻ പോകുമ്പോൾ ഗോങ് ആണ് അതിനും ഇവന് സാധനം എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്ന് പെട്ടെടുത്ത് കൈ വെക്കും. അപ്പോഴാണ് മറ്റേ കമാൻഡറും അവൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിനകത്തിരുന്ന് 2 ഈച്ച പറന്നു വരും. അതേസമയം ഈവ് ഇവിടെ ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുമ്പോഴാണ് അവളാണ് ആ ഈച്ച കണ്ടിട്ട് നമ്മൾ ഒറ്റയ്ക്കല്ല ഭൂമിയിൽ നിന്ന് വന്ന വേറെ 2 ഗസ്റ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം ഇത് കാണുന്ന ഗോങ് ആണ് 70 ബില്യൺ പൈസ കൊടുത്തൊന്ന ഈ ഈച്ച ഓസിനൊന്നെന്ന് പറഞ്ഞ് അവൻ അസൂയപ്പെടും. ഈച്ച ജീവനോടെ ഇവിടം വരെ വന്നത് അവൾക്ക് സന്തോഷമാണ്. അതുകൊണ്ട് അത് ഡോർ ഓപ്പൺ ചെയ്യുന്ന അതേ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇവളാണ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാതെ അതുങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ പറയും. ഇതേ സമയം സിഗ്നലോ കൊടുത്തിട്ട് സ്പേസ് സ്റ്റേഷനിലുള്ള 3 പേരാണ് ഇവരെന്തോ ഡോറും തുറക്കാത്തെന്ന് അറിഞ്ഞ് അവര് കുറെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. ആ 2 ഈച്ചയും തമ്മിൽ റൊമാൻസ് നടക്കുമെന്ന് അറിഞ്ഞ് അവളിങ്ങനെ നാണിച്ചൊക്കെ നോക്കുമ്പോൾ പറയുന്ന ഗോങ് ആണ് ഈച്ചകളുടെ റൊമാൻസിനെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമാണെന്ന് അറിഞ്ഞ് അവൻ അവളെ കളിയാക്കും. അപ്പോഴാണ് അവളും ഇത് നോർമൽ ആണെങ്കിലും സ്പേസിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വലിയ അതിശയം തന്നെയാണെന്ന് അറിഞ്ഞ് ആ 2 ഈച്ചകളും സ്പേസിൽ അതിന്റെ കൊച്ചിനെ ജനിപ്പിക്കാൻ പോവാന്ന് ഇവളതൊക്കെ ഓരോന്ന് വാച്ച് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവള് സൂം ചെയ്ത് കാണുന്നുണ്ട് ഗോങ്ങിനാണ് ചിരി വന്ന് അവൻ ഇവളോട് ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് രണ്ടുപേരും കൂടെ ചെറുക്കം കുറച്ച് സീനാന്ന് പറഞ്ഞ് ആ ഈച്ചയുടെ റൊമാൻസ് കണ്ടോണ്ടിരിക്കുമ്പോൾ അവളാണ് ഇവരെ റൊമാൻസ് ചെയ്യാൻ ഒരു 20 മിനിറ്റ് എടുക്കും പറയും. ഇത് കേട്ട് അവനാണ് ചിരി വന്നിട്ട് 20 മിനിറ്റ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അവളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവളാണ് കുറച്ച് ഇമോഷണൽ ആയിട്ട് ഈ സീറോ ഗ്രാവിറ്റിയിൽ ഇവർ കൊണ്ടുവന്ന എലിയെ കൊണ്ടുപോലും പറ്റാത്ത കാര്യങ്ങളാ ഈച്ചകളൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവൾ ശല്യപ്പെടുത്താതെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഗോങ് ആണ് ഈ ഈച്ചകൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് റൊമാൻസ് ചെയ്യുന്നത് മനുഷ്യരായിട്ടുള്ള നമ്മളൊക്കെ വെയിറ്റ് ചെയ്ത് കാണണമെന്ന് പറഞ്ഞ് അവന് ചോദിച്ചിട്ട് ഇവളിങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട്. അവന് സന്തോഷമാകും. ഇതേ സമയം ഇവിടെ ന്യൂസിലൊക്കെയാണ് ഇതുവരെ എന്താ ആ ഡോർ ഓപ്പൺ ചെയ്യാത്തെന്ന് പറഞ്ഞ എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗോയിങ്ങിന്റെ അച്ഛനൊക്കെയാണ് ഒരു അവകാശം ഇപ്പോഴെങ്കിലും കിട്ടാമോ എന്ന് സന്തോഷിച്ചിരിക്കുമ്പോൾ ഈ ഡോർ ഓപ്പൺ ആകത്തോണ്ട് അയാൾ ഭയങ്കര ടെൻഷനിലാണ്. അതുകൊണ്ട് ബിസിനസ് മീറ്റിംഗ് നടക്കുന്ന സമയത്തും ഈ തുരുമ്പുടിച്ച ഡോർ എന്താ തുറക്കാത്തെന്ന് പറഞ്ഞ് അയാൾ ഭയങ്കര ടെൻഷനിൽ കണ്ടോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം മറ്റേ കമാൻഡറാണ് ഈച്ചകളുടെ റൊമാൻസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കൺട്രോൾ ടീമിലുള്ള എല്ലാരും കൂടെ ഷോക്കായിട്ട് ഈച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അവരൊക്കെ അവിടെ ഷോക്ക് അടിച്ചിരിക്കും. അപ്പോഴാണ് ചീഫും ഇവള് പറഞ്ഞായിട്ട് ഇപ്പൊ തന്നെ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ആ കമാൻഡറാണ് ഈ സമയത്ത് ഈച്ചകളെ ശല്യപ്പെടുത്തിയ അവരുടെ മൂടൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ബാക്കിയുള്ളവരൊക്കെ ഇച്ചിരി കൺട്രോൾ ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് ആ കമാൻഡറും ഒരു 20 മിനിറ്റും കൂടെ തന്ന അവര് കൊച്ചുങ്ങളൊക്കെ ജനിപ്പിക്കാൻ റെഡിയാകുമെന്ന് അവനും പറയുമ്പോ തന്നെ ഇവിടെ ചീഫാണ് ദേഷ്യത്തി നിങ്ങളൊക്കെ എന്തോ അടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് ഇവരെ സീരിയസ് ആകാൻ പറയും. അപ്പോഴാണ് ഈവന്റെ ബോയ് ഫ്രണ്ട് ആണ് അവർ തമ്മിൽ റൊമാൻസ് എന്നൊക്കെ ഒന്ന് കാണട്ടെന്ന് പറഞ്ഞ് അവന് വെയിറ്റ് ചെയ്യാൻ പറയും. അതോടെ ഇവള് ദേഷ്യത്തി ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് വേണേ സ്പേസ് സ്റ്റേഷനിലുള്ളവരെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറയട്ടെ എന്ന് ഇവളിവിടെ കുറെ ആലോചിച്ചോണ്ടിരിക്കും. കാരണം ഇതുവരെ അകത്തുള്ളൊരു ഡോർ ഓപ്പൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവര് 3 പേരും കൂടെ മറ്റുള്ളൊരു ഡോർ തുറക്കാത്തോണ്ട് ഇനി ഇവർ തുറക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. കാരണം ഇതുവരെ അങ്ങനെ ഒരു റൂൾ ഇവർ വച്ചിട്ടില്ല. അങ്ങനെ അവസാനം 20 മിനിറ്റ് ആയതോടെ ഈവാണ് ആ ഈച്ചകളെ കളക്ട് ചെയ്ത് വെക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ഗോങ്ങും അവൻ വിചാരിച്ച ഇവളെ റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടാന്ന് പറയും. പക്ഷെ ഇവള് തന്നെ ഇത്ര സമയം ആൾക്കാർ വെയിറ്റ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞ് അവനത് ഷോക്കായി പോയെന്ന് പറയുമ്പോൾ അവളൊരു ജീവനെ രക്ഷിക്കണമെങ്കിൽ റൂള് തെറ്റിച്ച ഒരു കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും കുറച്ച് ആശ്വാസത്തിൽ ഇവളെ ഈവ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവളാണ് ഈവ് എന്ന് വിളിക്കേണ്ട കമാൻഡർ എന്ന് വിളിക്കാൻ പറയും. ഇത് കേട്ട് അവനാണ് ഈവ് എന്ന് വിളിക്കുമ്പോൾ അവന് ക്രിസ്മസ് ഈവ് ഓർമ്മ വരുന്നുണ്ട്. അവൻ അങ്ങനെ വിളിച്ചോട്ടേന്ന് ചോദിക്കുമ്പോൾ അവൾക്കാണ് ക്രിസ്മസ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇവളെ കമാൻഡർ തന്നെ വിളിക്കാൻ പറയും. പക്ഷെ അവനാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈവ് നീ അടിപൊളിയാന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവൾ ഈവ് എന്ന് പറഞ്ഞ്
കളിയാക്കിക്കൊണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ ഗോയിങ്ങിന്റെ അച്ഛനാണ് ഇതുവരെ എന്തുവാടാ ഡോർ ഓപ്പൺ ആകാത്തെന്ന് പറഞ്ഞ് ഐസ്ക്രീം ഉരുകിപ്പോയ പിന്നെ ഗെയിം ഓവറാന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഐസ്ക്രീമിനകത്താണ് ആ സ്പേംസ് എല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതേ സമയം ഇവന്റെ 3 ആന്റീസും ഇതുവരെ എന്താ നമ്മുടെ പയ്യൻ വരാത്തെന്ന് പറഞ്ഞ് അവരൊക്കെ കുറച്ച് വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് അവര് പുറത്തേക്ക് വരുവാന്ന് ന്യൂസിനകത്ത് അറിയും. അതുകൊണ്ട് ഇവരാണ് സന്തോഷത്തിൽ നമ്മുടെ ഗോങ് വന്നേന്ന് പറഞ്ഞ് അവരതൊക്കെ ന്യൂസ് എഴുതി കണ്ടോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഗോങ്ങാണ് അവളെ തടഞ്ഞു നിർത്തിയിട്ട് ഇവൾക്ക് കുട്ടികളൊക്കെ ഇഷ്ടമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ആർക്കാ കുട്ടികൾ ഇഷ്ടപ്പെടാത്തെന്ന് അവൾ തിരിച്ചു ചോദിക്കുമ്പോൾ ഇവനാണ് സമാധാനത്തിൽ എങ്കിൽ പിന്നെ ഇവളെ പൊയ്ക്കോളാൻ പറയും. അതിനുശേഷം ഇവർ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ അവർ സന്തോഷത്തിൽ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈവന്റെ കൂടെ തന്നെ കുറെ ഗോങ് വരുന്ന കാണും. അതുകൊണ്ട് അവനെ കണ്ടിട്ട് ഇവരൊക്കെ ആരാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവളാണ് ഇത് കൂടെ വന്ന ടൂറിസ്റ്റാന്ന് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തി കൊടുക്കും. അതിനുശേഷം അവനും എന്റെ പേര് ഗോങ്ങാന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റിരിക്കാൻ പേടിച്ചിരിക്കുമ്പോൾ ഇത് ലൈവായിട്ട് കാണുന്ന ഇവന്റെ ആന്റീസ് ആണ് നമ്മുടെ പയ്യൻ മാത്രം എന്തുവാ നേരെ ചൊവ്വ നിൽക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ എന്തേലും പറ്റിയെന്ന് പറഞ്ഞ് ഇവർ വിഷമിച്ച് നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ അകത്തിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോങ്ങാണ് നേരെ ചൊവ്വ നിൽക്കാൻ പറ്റാതെ അവൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് കങ്സു ഈവനോട് അവൻ പറഞ്ഞ സാധനം വാങ്ങിച്ചോണമെന്നില്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളാണ് ലോട്ടറി ടിക്കറ്റ് അല്ലേ ചോദിച്ചെന്ന് പറഞ്ഞ് അവനിപ്പോൾ ഇത് എടുത്തു കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് മറ്റുള്ളവരൊക്കെ ഇവന്റെ പൈസ ഉണ്ടായിട്ട് എന്തിനാ ഈ ലോട്ടറി ഒക്കെ വാങ്ങിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ കങ്സു ആണ് അവന്റെ പൈസയിൽ അവന്റെ അച്ഛൻ്റെ അതുകൊണ്ട് സ്വയം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാ അവൻ ഈ ലോട്ടറി വാങ്ങിക്കുന്നതെന്ന് പറയും. എന്നിട്ട് ഗോങ് അവർക്കെല്ലാം ഐസ്ക്രീം എടുത്ത് കാണിക്കുമ്പോഴാണ് ഇത് കണ്ട് എല്ലാവരും കൂടെ ഞെട്ടിപ്പോവും. കാരണം ഓരോ ഐസ്ക്രീം ഇവിടെ കൊണ്ടുവരാൻ പോലും അത്രയ്ക്കും വില കൊടുക്കണം. പക്ഷെ ഇവൻ എല്ലാവർക്കും ഐസ്ക്രീം അയച്ചൊന്നുകൊണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഷോക്കായിരിക്കുമ്പോൾ കൺട്രോൾ ടീമിലുള്ളവരൊക്കെ അവരെയൊക്കെ അവൻ ഇതും കൊണ്ട് തന്നെ മൈക്കെടുത്തെന്ന് പറഞ്ഞ് മിക്കവാറും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ചിന്റെ കമ്പനി ഫേമസ് ആക്കാനായിരിക്കും അവരുടെ ബ്രാൻഡിനെ അവിടെ കൊണ്ടുപോയെന്നറിഞ്ഞ് ഇവരൊക്കെ ചുമ്മാ കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആ ഗോയിങ്ങിന്റെ അച്ഛനാണ് ഇവനോട് അയാളുടെ മരിച്ചുപോയ മകന്റെ സ്പേംസ് ഒക്കെ സ്പേസിൽ കൊണ്ടുപോകാൻ പറഞ്ഞാണ്. അത് കേട്ട് അവനാണ് ദേഷ്യത്തി അതൊക്കെ അവർ കണ്ടുപിടിച്ച മൊത്തം സീനാവെന്ന് പറഞ്ഞ് അവനെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഇതേക്ക് അങ്ങേരാണ് ഇതിനുമ്പ് കുറെ പ്രാവശ്യം സ്പേംസ് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇവർക്ക് സക്സസ് ആയിട്ട് അത് ചെയ്തു തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ തവണ ഇവൻ വേണം ആ സ്പേംസ് കൊണ്ടുപോയി അയാൾക്കൊരു പേരക്കുട്ടിയെ ജനിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവനാണ് പേടിച്ചിട്ട് അവനെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് രക്ഷോട്ട് പോകാൻ നോക്കും. പക്ഷെ അദ്ദേഹമാണ് ഇവനെ വിടാതെ ഇവന്റെ കാലിലൊക്കെ വീണ് കെഞ്ചി എങ്ങനെയൊക്കെ ഇതവൻ ചെയ്യുവാണ് ഗോയിൻ ഇവന് തന്നെ കല്യാണം കഴിപ്പിച്ചു തരാന്ന് പറയും. അപ്പോഴാണ് അവനും എന്തു പറഞ്ഞാലും അവൻ ഇന്ന് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ മനുഷ്യന്റെ ജീവൻ വെച്ചൊന്നും ഡീൽ ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെ അവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കിയാലും ഇങ്ങേരാണെ പോകാൻ സമ്മതിക്കാതെ ഇത് ഇവനെ കൊണ്ടേ പറ്റത്തുള്ളെന്ന് അറിഞ്ഞ് അതുകൊണ്ട് വേറെ ആരും വിളിക്കാത്തേന്ന് പറയും. കാരണം ഇവർക്ക് അവകാശി ജനിക്കത്തില്ലെന്നറിഞ്ഞ പിന്നെ അത് മൊത്തത്തിൽ നാണക്കേടാ. അതുകൊണ്ട് മാത്രം ഈ സീക്രറ്റ് ഇവനോട് മാത്രം പറയുന്നതെന്ന് അറിഞ്ഞ് അവനെ കുറെ മൈൻഡ് വാഷ് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ അപ്പോഴും അവനെ കൊണ്ട് പറ്റത്തില്ലെന്നറിഞ്ഞ് വേറെ ആരെങ്കിലും വിളിക്കാൻ പറയും. ഇതോടെ അങ്ങേരാണ് ദേഷ്യത്തിൽ ഇവൻ കാരണം അവകാശിയൊന്നും ഉണ്ടാകാതെ പോയെന്നറിഞ്ഞ് അതുകൊണ്ട് ഇവൻ തന്നെ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഗോയിങ്ങിന്റെ ചേട്ടത്തെയും കൂടെ അവനോട് കുറെ കെഞ്ചി നോക്കും. കാരണം ഇവരാണ് ഗോങ്ങിനെ സ്പേസിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ അവരൊരു ഡോക്ടർ ആയതുകൊണ്ട് സ്പേസിൽ വെച്ച് ഇവരുടെ ഭർത്താവിന്റെ സ്പേംസ് യൂസ് ചെയ്യാണ് ഇവർക്ക് കൊച്ചു ജനിക്കുമെന്ന് അവർക്കൊരു ഉറപ്പുണ്ട്. അങ്ങനെ അതുകൊണ്ട് കൊച്ചുങ്ങളില്ലാത്ത ഇവരെ സഹായിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞ് അവനോട് കുറെ കെഞ്ചി കാണും. അങ്ങനെ ഒരു അമ്മയാകാൻ ആഗ്രഹിക്കുന്ന അവര് പറഞ്ഞ് കേട്ടിട്ടാണ് അവനിപ്പോ സ്പേസിലേക്ക് വന്നേക്കുന്നത്. അപ്പോഴാണ് ആദ്യം തന്നെ കങ്സും അവന് സ്ട്രോബെറി ഐസ്ക്രീം മതി എന്നറിഞ്ഞ് അവനെടുത്തിട്ട് പോകും. അതിനുശേഷം ഗോങ്ങും ഇവർക്കെല്ലാം ഓരോ ഫ്ലേവർ കൊടുത്തിട്ട് അവസാനം മാംഗോ ഫ്ലേവർ ഈവൻ കൊടുക്കുമ്പോഴാണ് അവളാണ് ഇവന് ദേഷ്യത്തിന് നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും മറ്റേ വെന്നില ഫ്ലേവർ അവനാണ് അതുകൊണ്ട് ഇവൾക്ക് ഈ മാംഗോ തന്നെ വെച്ചോളാൻ പറയും. കാരണം ആ വെന്നിലക്കകത്താണ് ആ സ്പേംസ് ഒക്കെ മറച്ചു വെച്ചേക്കുന്നത്. ഇതേ സമയം ഈവത് വാങ്ങിക്കാതിരിക്കുന്നിട്ട് ഇതൊക്കെ ലൈവിൽ കൂടെ കാണുന്ന ഗോയിങ് ആണ് പേടിച്ചിട്ട് ഒരു പക്ഷെ അവർ ആ സ്പേംസിനെ കണ്ടുപിടിക്കുവാണ് അവന്റെ അവസ്ഥ മൊത്തത്തിൽ ഡേഞ്ചറായി പോകുന്നറിഞ്ഞ് ഇവൾ ഇവിടെ പേടിച്ചറച്ചോണ്ടിരിക്കും. അതേപോലെ തന്നെ ഈവും അവൾക്ക് മാംഗോ ഇഷ്ടമല്ലെന്നറിഞ്ഞ് മറ്റേ ഐസ്ക്രീം എടുത്തിട്ട് പോകും. അതോടെ അവനാണ് പേടിച്ചിട്ട് അതൊരിക്കലും തരാൻ പറ്റത്തില്ലെന്നറിഞ്ഞ് അവളുടെ പുറകെ പോകാൻ നോക്കുമ്പോൾ ഇവിടെ ഗോയിങ് ആണ് മൊത്തത്തിൽ പേടിച്ചു പോകും. അതേപോലെ തന്നെ അവളുടെ ചേട്ടൻ ഇത് കണ്ടിട്ട് മൊത്തത്തിൽ പേടിച്ചിരിക്കുക. അതിനുശേഷം അവനാണ് അവളുടെ പുറകെ ചെന്ന് ആ ഫ്ലേവർ അവനാണെന്ന് അറിഞ്ഞ് ഇവളെ തിരിച്ചറിയാൻ പറയുമ്പോൾ അവളാണ് ഇവനോടുള്ള സംശയത്തിൽ അവൾ അതിനകത്ത് ഉണ്ടോന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനും പേടിച്ച് ഇവൾ എന്തോ കാണിക്കുന്ന പറഞ്ഞ് അവന്റെ ഫ്ലേവർ തിരിച്ചറിയാൻ വേണ്ടി പറയുമ്പോൾ തിരിച്ച് അവളാണ് ഈ ഐസ്ക്രീം ഒക്കെ ഇവൻ എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ ചോദിക്കും. അപ്പോഴാണ് അവനും പൈസ കൊടുത്തിട്ട് അത് കൊണ്ടുവന്നെന്ന് അറിഞ്ഞ് എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചെന്ന് പറയുമ്പോൾ അവളാണ് ഇത് കേട്ടിട്ട് എങ്കിൽ പിന്നെ 5 ഐസ്ക്രീമിനെ പോലെ എന്തിനാ 6 ഐസ്ക്രീം ഉള്ളതെന്ന് അറിഞ്ഞ് ഈ ഒരെണ്ണം അവർ ചെക്ക് ചെയ്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് ടെൻഷനായി ആ ഒരെണ്ണം അവന് വേണ്ടി കൊണ്ടുവന്നതെന്ന് അറിഞ്ഞ് അതിന്റെ പൈസ അവൻ കൊടുത്തിട്ട് വന്നേന്ന് അറിയും. അതുകൊണ്ട് ഇവളെ തിരിച്ചറിയാൻ വേണ്ടി പറയുമ്പോഴാണ് ഈവാണ് ഇവന്റെ ഐസ്ക്രീം ചെക്ക് ചെയ്യാത്തോണ്ട് അവനോട് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞ് അവൾക്ക് ഇത് സംശയമായെന്ന് അറിയും. കാരണം ഒരു ഐസ്ക്രീം ഇവിടെ കൊണ്ടുവരാൻ കോടിക്കണക്കിന് പൈസയാകും. അതുകൊണ്ട് വെറുതെ ഇവൻ ചെയ്യത്തില്ലെന്ന് വിചാരിച്ച്
അവൾ അതിനകത്ത് ഡ്രഗ് ഉണ്ടല്ലോ എന്ന് കണ്ടുപിടിക്കാൻ പോവാന്ന് പറയും. അതുമല്ലെങ്കിൽ ഇതിനകത്ത് ഇവരെ കൊല്ലമുള്ള പോയിസണൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവനോട് സത്യം പറയാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവനാണ് ദേഷ്യത്തി അവനൊരു ഡോക്ടറെ ജീവ രക്ഷിക്കാൻ നോക്കത്തേ ഉള്ളു, കൊല്ലാൻ നോക്കത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ഡോക്ടർ ആയതുകൊണ്ട് ഇവൻ എന്നാൽ എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിച്ച് അവളെ ചെക്ക് ചെയ്യാൻ പോകുന്നെന്ന് പറയും. അപ്പോഴാണ് അവനും അവളെ ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ വേണേത് വിഷം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അവൻ തന്നെ ഇപ്പൊ നേരിട്ട് കഴിച്ചു കാണിക്കാന്ന് പറയും. അതുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുമ്പോൾ അവളാണ് ഇതിനകത്ത് എന്തോ ഉള്ളെന്ന് ഇപ്പൊ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൾ ആദ്യം അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അതോടെ അവനാണ് പേടിച്ചിട്ട് അത് അപ്പത്തന്നെ ഓപ്പൺ ചെയ്ത് എടുക്കാൻ വേണ്ടി പോകും. കാരണം ഇത് ഹീറ്റ് ചെയ്ത പിന്നെ ഇവന്റെ എക്സ്പെരിമെന്റ് മൊത്തത്തിൽ കുളമാകും. അപ്പോഴാണ് ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത ഉടനെ പുറയുന്ന അവള് ഗണ്ണുമായിട്ട് ഇവനെ മൊത്തത്തിൽ ലോക്ക് ചെയ്യും. എന്നിട്ട് അവൾ ഐസ്ക്രീം എടുത്ത് വീണ്ടും മെൽറ്റ് ചെയ്ത് അവൾ അതിനകത്ത് ഡ്രഗോ പോയിസണല്ലോ ഉണ്ടോന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തോണ്ടിരിക്കും. അത് കണ്ട് അവനാണ് മൊത്തത്തിൽ വിഷമിച്ച് ഇവിടെ വന്നത് തന്നെ വേസ്റ്റ് ആയി പോകുമെന്ന് പറഞ്ഞ് അവൻ ആ സ്പേംസിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം റിസൾട്ടും അതിനകത്തൊരു ഡ്രഗ് ഇല്ലെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ പെട്ടെന്ന് അവനാണ് ടെൻഷനി അപ്പം തന്നെ ഐസ്ക്രീം പുറത്തേക്ക് എടുക്കും. അതിനുശേഷം അവൾ സ്പൂൺ എടുത്ത് ഇവന് കഴിക്കാൻ പറയുമ്പോൾ അവനാണ് കട്ട ദേഷ്യത്തി അത് ഇവൾക്കെതിരെ അടിച്ചുവരി കഴിക്കുമ്പോൾ അവളാണ് സംശയിച്ചതിന് സോറി പറഞ്ഞിട്ട് ഇവൾക്കും കൂടെ കുറച്ച് തരാൻ വേണ്ടി പറയും. പക്ഷെ അവനാണ് മൊത്തത്തിൽ അടിച്ചുവരി കഴിക്കുമ്പോഴാണ് ഇവളെ തട്ടിപ്പറിച്ചിട്ട് ഇതിനകത്ത് ഒന്നില്ലെങ്കിൽ അവൾ വേസ്റ്റ് കളയാൻ പഠിപ്പിച്ചതെന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് കയ്യും കൊണ്ട് അങ്ങ് ചുളുക്കും. അതോടെ അവനാണ് പേടിച്ചിട്ട് ഇവളിത് എന്തോ കാണിക്കുന്നെന്ന് പറഞ്ഞ് അവനാകെ ഇവിടെ ടെൻഷനായിരിക്കും. കാരണം ആ കപ്പിന്റെ താഴെയാണ് അവൻ അതൊക്കെ മറച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് അത് അവള് വേസ്റ്റ് കളയാൻ പഠിപ്പിച്ചു കൊടുക്കുമ്പം ഇവനാണ് അവളെ മാറാൻ പറഞ്ഞിട്ട് ആ വേസ്റ്റിൽ നിന്ന് വീണ്ടും ആ സാധനം എടുക്കും. അപ്പോഴാണ് ഇവളും പോകുന്ന മുമ്പേ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനേ കഷ്ടപ്പെടുവാണ്. ഇവന്റെ അമ്മയുടെ വയറ്റി ജീവനോടുള്ള പെങ്ങനാണ് ഇരുന്ന് അതേപോലെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവനെ റിലാക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് പോകും. അതോടെ അവനാണ് കലിപ്പില് ഇവൾക്കിത് എന്തിന്റെ കുഴപ്പമെന്ന് പറഞ്ഞ് അവൻ ഐസ്ക്രീമിന്റെ കപ്പ് കീറി നോക്കുമ്പോൾ അതിനകത്ത് സ്പേംസ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് അവനാണ് ഇതിനകത്ത് വെച്ച സാധനം എവിടെ പോയെന്ന് പറഞ്ഞ് അവൻ മൊത്തത്തിൽ കൺഫ്യൂസ് ആകും. അപ്പോഴാണ് നമുക്ക് കാണിക്കുന്ന ആദ്യം തന്നെ സ്ട്രോബെറി ഫ്ലേവർ എടുത്തോണ്ട് പോയ കങ്സുന്റെ കയ്യിലാണ് ആ സാധനം ഇപ്പോൾ ഉള്ളത്. കാരണം ഇവരൊക്കെ അറിയാതെ ഗോയിങ്ങിന്റെ അച്ഛനും കങ്സും കൂടെ ചെയ്ത ഒരു ഡീലാണിത്. സത്യം പറഞ്ഞ നമ്മുടെ ഹീറോയെ പറ്റിച്ചിട്ട് അവരാ സാധനങ്ങളൊക്കെ മറ്റേ സ്ട്രോബെറിക്കകത്ത് മാറ്റി വെച്ച്. അതുകൊണ്ട് തന്നെ അവരിപ്പോ വീഡിയോ കോളിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഗോയിങ് ആണ് ഈ കാര്യം അറിഞ്ഞ് അവളുടെ അച്ഛനോട് ദേഷ്യം തരും. അപ്പോഴാണ് വീഡിയോ കോളിൽ കങ്സും ആണ് സ്പേംസും എക്സെല്ലും ഉണ്ടെന്നറിഞ്ഞ് ഇനി അവന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അപ്പോഴാണ് ഗോയിങ് ആണ് ഇവിടെ എന്തോ നടക്കുന്ന അച്ഛന്ന് പറഞ്ഞ് ഗോങ് ചെയ്യാൻ പോകുന്ന കാര്യം എന്തിനാ ഇപ്പൊ കങ്സ് ചെയ്യാൻ പോകുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളുടെ അച്ഛനും ഗോങ്ങിന് കൊടുത്തയച്ച ഡെലിവറി പണി കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെന്നറിഞ്ഞ് അയാൾ അവിടെ സന്തോഷിച്ചിരിക്കുമ്പോൾ അവളുടെ ചേട്ടത്തി സത്യം ഇപ്പോഴും അറിയുന്നുണ്ട് ഗോങ്ങിന് ഇവരുടെ അവസ്ഥയെ കുറിച്ചൊക്കെ അറിയാന്നറിഞ്ഞ് അവനെ കൊണ്ട് ഇത് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നറിയും. അപ്പോഴാണ് അവളുടെ അച്ഛനാണ് സീറോ ഗ്രാവിറ്റിയിൽ അവൻ എന്തോ ചെയ്യാമെന്ന് അറിഞ്ഞ് ഇതൊക്കെ കങ്സ് നോക്കിക്കോളെന്ന് അറിയും. ഇതേ സമയം ഈ സത്യം എന്നറിയാതെ ഇവിടെ ഗോങ്ങാണ് വെപ്രാളത്തിരിക്കുക. ഇനി ഐസ്ക്രീം എല്ലാം മാറിപ്പോയി അതിനകത്തല്ല ഇരിപ്പുണ്ടോന്ന്. അതുകൊണ്ട് അവനും ബാക്കിയുള്ളവരൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് ഗോയിങ് ആണ് ഇവനെ ഫോൺ വിളിച്ചിട്ട് അവളെ സത്യം പറയാൻ വേണ്ടി വരും. അപ്പോഴാണ് അവന് ടെൻഷനോടെ മറ്റേ സാധനം ഐസ്ക്രീം കാണുന്നില്ലെന്നറിഞ്ഞ് അവനെ തപ്പാൻ പോവാന്ന് പറയുമ്പോൾ അവളാണ് കുറ്റബോധത്തോടെ ഇവനോട് സോറി പറഞ്ഞിട്ട് ഇവളുടെ അച്ഛൻ ഇവനെ വെറും ഡെലിവറി ചെയ്യാൻ വേണ്ടിയാ പറഞ്ഞയച്ചെന്ന് പറയും. അങ്ങനെ ബാക്കി പ്രോസസ് ഒക്കെ ചെയ്യാൻ പോകുന്ന ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് കങ്സോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേട്ട് അവനാണ് ദേഷ്യത്തി ആ സെൽഫിഷ് ആയിട്ടുള്ള അവനാണ് ഈ പണിയൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ ഭയങ്കര ചൂടാകും. ഇതേ സമയം കൺട്രോൾ ടീമിലുള്ളവരൊക്കെ ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരൊക്കെ ടൂറിസ്റ്റ് ഗോങ്ങിനെ കുറിച്ച് തിരക്കും. അപ്പോഴാണ് ഇവൻ അവൻ എവിടെയൊക്കെ ചുറ്റി കറങ്ങി വന്നോണ്ടിരിക്കും എന്നറിഞ്ഞ് ഇവൾ ഇങ്ങോട്ടേക്ക് വരുന്ന സ്പീഡിൽ വീട്ടിൽ TV ഓഫ് ചെയ്യാൻ മറന്നതെന്നറിയും. അതുകൊണ്ട് ഇവരൊന്ന് ചെന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവളുടെ ബോയ് ഫ്രണ്ട് ആണ് അതൊക്കെ അവൻ നോക്കിക്കോളാം പറഞ്ഞിട്ട് ആദ്യം എക്സ്പെരിമെന്റ് വെച്ചേക്കുന്ന എലി ഇപ്പോഴെങ്കിലും പ്രഗ്നന്റ് ആക്കാൻ വേണ്ടി പറയും. അതിനേശം ഇവിടെ ഗോയിങ് ഭയങ്കര ദേഷ്യത്തിരിക്കുന്നുണ്ട്. അവളുടെ സെക്രട്ടറിയും കങ്സുവും നല്ലോണം ആ സ്പേംസും കൊണ്ട് ഫെർട്ടിലൈസേഷൻ ഒക്കെ ചെയ്യുന്നറിഞ്ഞ് അവൻ അതൊക്കെ നല്ലോണം പഠിച്ചിട്ടുണ്ടെന്ന് പറയും. കൂടാതെ സീറോ ഗ്രാവിറ്റിയിൽ അവൻ ഇത്രയും മാസമൊക്കെ ജീവിച്ചുകൊണ്ട് അവനെ കൊണ്ട് പറ്റുമെന്ന് പറയുമ്പോൾ ഇവളാണ് എന്തായാലും ഗോങ്ങിന് ചെയ്ത ദ്രോഹത്തിന് അവൾ വെറുതെ നിൽക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ആദ്യം തൊട്ട് ഇവളുടെ അച്ഛന് ഗോങ്ങിനെ ഇവൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലെന്ന്. അതിനേശം ഇവിടെ കങ്സു എല്ലാം സേഫ് ആയിട്ട് എടുത്തു വയ്ക്കുമ്പോൾ അവിടേക്ക് വരുന്ന ഗോങ് ആണ് അത് ചെയ്യാൻ വേണ്ടി അവൻ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് അതൊക്കെ അവൻ തിരിച്ചു വയ്ക്കും. പക്ഷെ ഗോങ് ആണ് കൂളായിട്ട് അവൻ അപ്പം തന്നെ തള്ളി വിട്ട് ഇവൻ തിരിച്ച് ഭക്ഷണം ഉണ്ടാക്കും. അതോടെ അവനാണ് ദേഷ്യത്തി എടാ തേങ്ങാത്തലയാ നിനക്ക് എന്തുവാടെ കുഴപ്പം, നീ എന്തോ കള്ളനോ, നാണമില്ല നിനക്കൊക്കെ എന്നിന് വീണ്ടും അടുത്തേക്ക് വന്നത് വാങ്ങിക്കാൻ നോക്കുമ്പോൾ മറ്റവനാണ് കൂളായിട്ട് ഡെലിവറി മാൻ വന്ന പണി ചെയ്തിട്ട് പോയിക്കോന്ന് പറഞ്ഞ് അവനെ ശല്യപ്പെടുത്തി പെട്ടെന്ന് സ്പേംസ് എക്സെല്ലൊക്കെ ലോക്കറിനകത്ത് വെച്ച് അവൻ പാസ്വേഡ് ഇട്ട് വയ്ക്കും. അപ്പോഴാണ് ഗോങ് ആണ് ഒരു പേഷ്യന്റ് ഡോക്ടറിനെ ഡോക്ടർ അറിയാതെ മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാൾക്ക് ജീവൻ കൊടുത്തിട്ടുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ ആകുള്ള എക്സെൽസ് ഇതേ ഉള്ളെന്നറിഞ്ഞ് ഇത് ഇവൻ കൊളവാക്കുവാണ് പിന്നീട് കൊച്ചുങ്ങളൊന്നും ജനിക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവനോട് തന്നെ തിരിച്ചു തരാൻ വേണ്ടി ചോദിക്കുമ്പോൾ കങ്സു ആണ് എങ്കിൽ പിന്നെ ഇവനെ കൊണ്ട് ജീവനൊക്കെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അവന്റെ കൊച്ചുങ്ങളെ തിരിച്ച് ജീവനോട് കൊണ്ടുവരാൻ പറയും. കാരണം ഗോയിങ്ങുമായിട്ടുള്ള ഇവന്റെ കൊച്ചാണ് അന്ന് അബോഷനായത്. അതുകൊണ്ട് അത് തിരിച്ചു തരുവാണ് ഇവൻ ഈ എക്സെൽസും സ്പേംസ് ഒക്കെ തരാന്നറിഞ്ഞ് അവൻ തിരിച്ചു പറയുമ്പം ഗോങ്ങാണ് ദേഷ്യത്തി ഏതോ ഒരു ക്രിമിനലിനെ പോലെയാണല്ലേ ഇവനും ലവളുടെ അച്ഛനും കൂടെ സംസാരിക്കുന്നറിഞ്ഞ് ഗോയിൻ
എലിന്റെ കണ്ടീഷനൊക്കെ മനസ്സിലാക്കിയിട്ട് അവൾക്ക് ആ സർജറി ചെയ്തേന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് കങ്സും എങ്കിൽ പിന്നെ ടൂറിസ്റ്റ് ആയിട്ട് ഇവിടേക്ക് വന്നെങ്കിൽ കുറച്ച് ദിവസം എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടി പറയുമ്പോൾ ഗോങ് ആണ് കട്ടകലിപ്പി ചുമ്മാ ചുറ്റി കറങ്ങാനല്ലേ വന്നേന്ന് പറഞ്ഞ് അവൻ ഈ കാര്യം സക്സസ് ആക്കാൻ വേണ്ടി കുറെ പ്രാക്ടീസ് ചെയ്തെന്ന് പറയും. അപ്പോഴാണ് കങ്സും നേരെ ഷോയോടെ നിൽക്കാനേ പറ്റുന്നില്ല, നിന്നെ കൊണ്ട് ഈ സീറോ ഗ്രാവിറ്റിയില് മൈക്രോസ്കോപ്പ് ഒക്കെ നല്ലോണം പിടിച്ച് കറക്റ്റ് സ്പേംസ് ഒക്കെ ഇൻജെക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ഇപ്പൊ തന്നെ എല്ലാം കൈ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവെല്ലാം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈവാണ് അവനെ കണ്ടിട്ട് ഇവൻ ആ റൂം എങ്ങനെ ഉറങ്ങണമെന്ന് അറിയാൻ ചോദിക്കും. പക്ഷെ അവനാണ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടതുപോലെ അവൻ ഇവിടെ ഫീൽ ചെയ്തിരിക്കുക. അതുകൊണ്ട് ഈ നശിച്ച സീറോ ഗ്രാവിറ്റി അവൻ എപ്പോഴാ ശീലമാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ വീട്ടിൽ പോകുമ്പോൾ ശീലമായിക്കോളം പറയും. അതോടെ അവനാണ് ഷോക്ക് അടിച്ചിട്ട് മുമ്പത്തെ പോലെ തോക്കും കൊണ്ട് ഇവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാവൻ ചോദിക്കുമ്പോൾ അവളാണ് അതിന് സോറ് അയച്ചില്ലെന്ന് പറഞ്ഞ് അവനെ മറന്നുകളയാൻ പറയും. അപ്പോഴാണ് ഇവിടെ ഗോങ്ങും അവളുടെ അച്ഛനായിട്ട് സംസാരിച്ച കാലിച്ച് നോക്കുന്നത്. അങ്ങനെ ഇവൻ സ്പേസിലേക്ക് പോകാൻ സമ്മതിച്ചുള്ള കാരണം ഇങ്ങേർക്ക് ഒരു അവകാശം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഒരുപക്ഷെ ഈ സംഭവം സക്സസ് ആകുവാണ് ഇതേപോലെ കൊച്ചുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു അവസരം നേടിത്തരണം എന്ന് പറഞ്ഞ് അതിന് സമ്മതിക്കുന്നവൻ ചോദിച്ചാണ്. ഇത് കേട്ട് അങ്ങേരാണ് പുച്ഛിച്ചിട്ട് അതൊക്കെ നടക്കുന്ന കാര്യമില്ലെന്ന് പറഞ്ഞ് അയാൾ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ഇതോടെ അവനാണ് ദേഷ്യത്തി ഞാൻ എന്തോ തമാശ കാണിക്കുവാണ്, നിങ്ങളുടെ ഒരു പേരക്കുട്ടിയെ ഞാൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം റിസ്ക് എടുത്ത് അവിടെ പോണോ, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ക്ലിനിക് തുടങ്ങുമെന്ന് എനിക്ക് ഉറപ്പ് നൽകി, എന്നാലേ ഞാൻ പോകത്തുള്ളൂ എന്ന് അവന് ചോദിക്കുമ്പോൾ തന്നെ അവളുടെ അച്ഛനാണ് ചുമ്മാ വെറും വാക്കിന് മാത്രം അയാൾ സമ്മതിച്ചാണ്. അങ്ങനെ അതുകൊണ്ട് അതാലോചിച്ച് അവനും ഇവനെ വെറും മണ്ടനാക്കിയെന്ന് പറഞ്ഞ് അവൻ നല്ല സങ്കടത്തിരിക്കുക. അങ്ങനെ അടുത്ത ദിവസം ഗോങ് ആണ് ആ കങ്സു അറിയാതെ ആ ലോക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ എമർജൻസി ലൈറ്റം കത്തും. അതോടെ അവനാണ് വിളിച്ചിട്ട് ഇവൻ നെക്കിയിട്ടാണ് ഈ സംഭവം കടിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടെ വെപ്രാളത്തിരിക്കുമ്പോൾ സംഭവം വേറെ ഒന്നല്ല, ഇവർ എക്സ്പെരിമെന്റിന് കൊണ്ടുവന്ന എലികളി ഒരാണെലിയാണ് മറ്റേ 2 പെണ്ണെലിയെ കടിച്ചുപദ്രവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ശബ്ദം കേട്ട് ഗോങ് അവിടേക്കൊന്ന് നോക്കുമ്പോഴാണ് ആ ഉപദ്രവിച്ച ആനെലിയെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചേക്കും. ഇത് കാണുന്ന കങ്സു ആണ് ഈ എലിയെ കാണാൻ ഗോങ്ങിനെ പോലെ ഉണ്ടെന്ന് പറയും. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ മരിച്ചോ എന്ന് ഇവനും പറയുമ്പം അവരൊക്കെ അടുത്തായിട്ട് എന്തോ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് കൺട്രോൾ ടീമിൽ ഉള്ളവരൊക്കെ ഒരു എലിയെ സ്പേസിലേക്ക് കൊണ്ടുപോകാൻ കുറെ മെനക്കേടാന്ന് പറഞ്ഞ് മറ്റേ 2 എലി ജീവനോടിരിക്കാൻ വേണ്ടി ആ ആണെലിയെ കൊല്ലാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവരൊക്കെ അതൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഇവരുടെ ചീഫാണ് ദേഷ്യത്തി ഇവർക്ക് നഷ്ടമാകുമോ എന്ന പൈസയെ കുറിച്ച് ആലോചിച്ച് നോക്കെന്ന് പറഞ്ഞ് എലി വേണേ വേറെ എലി ഒരെണ്ണം പിന്നീടെങ്കിലും കൊണ്ടുപോകാന്ന് പറയും. അങ്ങനെ മറ്റുള്ളവരൊക്കെ സമ്മതിക്കാതിരിക്കുമ്പോൾ കങ്സു ആണ് റൂൾസ് അനുസരിച്ച് നമുക്ക് അതുവഴി ചെയ്യാന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇമോഷണൽ ആകാതിരിക്കാൻ പറയും. അതുകൊണ്ട് ടെസ്റ്റിന് കൊണ്ടുവന്ന എലിയോട് ഇത്ര സഹതാപമൊന്നും വേണ്ട കമാൻഡർ എന്ന് പറഞ്ഞ് ഈവനോട് ഇപ്പൊ തന്നെ അതിനെ കൊല്ലാൻ വേണ്ടി പറയും. അതേസമയം അവൾക്ക് ആലോചന കുറച്ച് സമയമാണെന്ന് പറഞ്ഞ് കൺട്രോൾ ടീമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആനെലിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് ഇവരെല്ലാം അറിയും. അങ്ങനെ അതുകൊണ്ട് അത് ബോധമില്ലാതിരിക്കുമ്പോൾ ഇത് കണ്ട് കങ്സുവും എന്തായാലും അത് തന്നെ ചാകാൻ പോവാന്നറിഞ്ഞ് അവനും കൂളായിട്ടിരിക്കും. പക്ഷെ ഈവന്റ് കൂടെ മറ്റുള്ളവരൊക്കെ അതിനെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇതൊക്കെ കണ്ട് അവരുടെ ചീഫിനാണ് ഇവരൊക്കെ എന്തോ കാണിക്കുന്ന പറഞ്ഞ് ദേഷ്യത്തിരിക്കും. അങ്ങനെ അവരൊക്കെ ആ എലിയുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവരെ കൊണ്ടത് പറ്റത്തില്ല. ഇതേ സമയം ഇത് കാണുന്ന ഗോങ് ആണ് ആ കങ്സു പറഞ്ഞു കേട്ട് ആ എലി ഇവനായിട്ടാ കാണുന്നത്. അതുകൊണ്ട് അതിന് ജീവൻ വരണം എന്നറിഞ്ഞ് അവൻ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞ ഉടനെ ഗോങ് ആണ് അതിന്റെ ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യാൻ പറയും. അങ്ങനെ അവ ഇതിനു മുമ്പ് കുറെ കുഞ്ഞുങ്ങൾ രക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഈവാണ് അവനെ കൊണ്ട് പറ്റുമെന്ന് വിശ്വസിച്ച് ഇവരെയൊക്കെ ഗോങ് സർജറി ചെയ്യുമ്പോൾ അനങ്ങാതെ പിടിച്ചോളാൻ പറയും. അതോടെ ഇവരുടെ ചീഫാണ് ഇവരൊക്കെ എന്തുവാടെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഗോങ് ആ എലിക്ക് സർജറി ചെയ്യാൻ പോകുന്ന ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം ഗോങ് ആണ് അതിന്റെ ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അവന്റെ വിരളും കൊണ്ട് അതിന് പൾസ് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ഇവരൊക്കെ ഭയങ്കര കെയർഫുള്ളോടെ അതിന് ജീവൻ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന കങ്സു ആണ് സയന്റിസ്റ്റ് ആയിട്ട് നിങ്ങളൊക്കെ എന്തുവാടെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ആക്കിയ രീതി സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ അവരൊന്നും അത് മൈൻഡ് ചെയ്യാതെ എല്ലാരും കൂടെ ഗോങ്ങിന് ഹെൽപ്പ് ചെയ്ത് അവസാനം അതിന്റെ ജീവൻ കൊണ്ടുവരാൻ വേണ്ടി നോക്കും. ഇതേ സമയം അയലിക്ക് ഹാർട്ട് ബീറ്റ് വരാത്തോണ്ട് ഗോങ്ങാണ് വിഷമിച്ച് ഇതേപോലെ ഇവനും മരിച്ചോ എന്ന് പറഞ്ഞ് അവൻ വിഷമിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവനും ഇതിന്റെ ജീവൻ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവൻ കൊണ്ടുവരുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് അവൻ ബ്ലഡ് ഒക്കെ പോകുന്ന വെസൽസിനകത്തൊക്കെ ഫോഴ്സ് ചെയ്ത് അവസാനം ഹാർട്ട് ബീറ്റ് കൊടുത്ത് നോക്കുമ്പോഴാണ് പെട്ടെന്ന് അതിന്റെ ജീവൻ അങ്ങ് തിരിച്ചു വരും. അങ്ങനെ അതോടെ അവരാണ് സന്തോഷത്തിരിക്കുമ്പോൾ എല്ലാവർക്കും അതേസമയം ഷോക്കായിരിക്കും. കാരണം സ്പേസി ആദ്യമായിട്ടാണ് ഒരു സർജറി സക്സസ് ആയിട്ട് നടന്നിരുന്നത്. അതൊരു വമ്പൻ ന്യൂസ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ഗോങ്ങും ഭാഗ്യത്തിന് എലി രക്ഷപ്പെട്ടെന്നറിഞ്ഞ് അവന് ഹാപ്പി ആകുമ്പോൾ ഇത് കണ്ട് കങ്സും മൊത്തത്തിൽ അമ്പരന്നോയി നിൽക്കും. കാരണം ഇവർക്ക് ആർക്കും തന്നെ വിശ്വാസമില്ലായിരുന്നു അത് തിരിച്ച് ജീവനോട് വരുമെന്ന്. പക്ഷെ അവസാനം വരെ ഗോങ്ങാണ് ആ വിശ്വാസത്തോടെ അതിനിപ്പം ജീവൻ കൊടുത്തത്. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് ചീഫാണ് ഷോക്കായിട്ട് ഇതിപ്പോ ന്യൂസിലാക്കിയ നമ്മൾ ഫേമസ് ആകത്തില്ലെന്ന് പറഞ്ഞ് അവരപ്പം തന്നെ ന്യൂസ് അറിയിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം എലി എപ്പോഴും വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന പെങ്കൊച്ചാണ് ആ മറ്റേ പെണ്ണെലി എപ്പോഴും വന്ന് അതിനാദ്യം ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞ് ആ ദേഷ്യത്തില് ഈ എലി അതിനെ കടിച്ചു വെച്ചെന്ന് പറയും. അതോടെ ചീഫാണ് എന്നിട്ട് ഇപ്പഴാണോ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അവളെ ചുമ്മാ തമാശക്ക് വഴക്കുറഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ന്യൂസ് മൊത്തത്തിൽ ആദ്യമായിട്ട് സ്പേസിൽ വെച്ച് എലിക്ക് സർജറി ചെയ്ത ഡോക്ടർ ഗോങ് ആണെന്ന് പറഞ്ഞ് അവന്റെ പേര് മൊത്തത്തിൽ ഫേമസ് ആകും. അതുകൊണ്ട് ഇതെല്ലാം കേൾക്കുന്ന ഗോ
ഗോയിങ്ങിന്റെ അച്ഛനാണ് കുറച്ച് അസൂയപ്പെട്ടിരിക്കും. അതേപോലെ തന്നെ ഇവരുടെയൊക്കെ ചീഫും സ്പേസിൽ സർജറി ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ തെളിഞ്ഞെന്ന് അവള് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെയാണ് കുറച്ച് സമയം മുമ്പ് ഇവളല്ലേ എലിയെ കൊല്ലാൻ പറഞ്ഞെന്ന് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനെ ഷീക്കാരി അറിഞ്ഞ് ഗോയിങ് ആണ് സന്തോഷത്തി അവനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അവനാണ് മറ്റുള്ളവരായിട്ട് സന്തോഷത്തി സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അതോടെ ഈവാണ് സന്തോഷത്തി ആ എലിയുടെ ജീവൻ രക്ഷിച്ചതിന് ഇവനെ വന്ന് ഹഗ് ചെയ്യുമ്പോൾ അവനാണ് കമാൻഡർ എന്തുവാ ചെയ്തതെന്ന് അവൻ കുറച്ച് ഷോക്കായി പോകും. അപ്പോഴാണ് അവളും ഇനി തൊട്ട് അവൾ ഈവെന്ന് വിളിച്ചതെന്നറിഞ്ഞ് ഇവന്റെ കൂടെ ഭയങ്കര ക്ലോസ് ആകും. അതിനുശേഷം അവൾ ഇവരോടൊക്കെ നമ്മുടെ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സംഭവം നടന്നു കാണത്തില്ലെന്നറിഞ്ഞ് ഇവൻ ഭയങ്കര ഒരു സംഭവം ചെയ്തെന്ന് അവനെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളിങ്ങനെ ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അവന്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ സ്പീഡ് ഇടിച്ചുകൊണ്ടിരിക്കും. കാരണം അവൻ ആദ്യമായിട്ടാണ് ഈ ലവ് ഒക്കെ വരുന്നത്. അപ്പോഴാണ് ആ സമയം ഗോയിങ് ഇവനെ ഫോൺ വിളിക്കുമ്പം അത് കണ്ട് അവനും അതെടുക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്തിരുന്ന് ഈ വീണ്ടും ഇവനോട് വീണ്ടും വീണ്ടും താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവനാണ് അവസാനം വരെ അവളുടെ കോൾ എടുക്കത്തേയില്ല. കാരണം ഇവന്റെ മനസ്സിപ്പോ മൊത്തത്തിൽ ഈവനോട് വീണുപോയി. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. I'll trust the universe will always